ക്യാൻസർ പേഷ്യൻ്റാണ് വളരെ ആളുകൊണ്ട്. അപ്പോൾ RCCയുടെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. അത് ഇങ്ങനെ കൂടി വന്ന് എൻ്റെ കംപ്ലീറ്റ് ബ്ലഡും ക്യാൻസറിങ് ആയി. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇവിടെ SK ഹോസ്പിറ്റൽ വഴി ഞങ്ങൾ ഇവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്നും അവർക്ക് സഹായിക്കാൻ കഴിയുമെന്നും ഞങ്ങളിവിടെ വന്നു ബന്ധപ്പെട്ടപ്പോഴത്തേക്ക് എനിക്കിത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എൻ്റെ മോനാണ് ഇതിൻ്റെ എന്താ പറയുക റണ്ണേഴ്സ്, രാജീവ് ശിവദാസൻ. മോർ ദാൻ 10 days we can say I spend here. But one thing I have to tell you, the people are better than our side people here. They are not greedy for money, but they are helpful to others also. Greedy, even I have greedy, but helping is very limited. And I congratulate for these efforts and keep it up, this thing. So how was the doctor, Dr. Baiju Senadipati? Excellent, not only Baiju alone. Excellent, believe me, all the doctors are excellent. I can't say one is good, one is bad, because everybody has done their work according to their profession. സാധാരണ ഒരു പേഷ്യൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഡോക്ടർ അതിനൊത്തിരി ഗമയും കാര്യമൊക്കെ കാണിക്കും. പക്ഷേ ഇവിടെ ഉള്ളവരെല്ലാം റിയലി വെരി ഹംസി. താങ്ക് യു കീപ് ഇറ്റ് അപ്പ്. RCCയിൽ എന്തുകൊണ്ടാണ് സർജറി ഇവിടെ സർജറി കീഹോൾ സർജറിയിലാണോ ചെയ്തത്? തന്നെ കീഹോൾ സർജറിയിൽ. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഇല്ലല്ല, ഇത് ബുദ്ധിമുട്ട് നിങ്ങൾ ചോദിക്കുമ്പോൾ ഈ ഒരു രോഗമെന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. RCCയിൽ എനിക്ക് മാനുവൽ ഇത് ചെയ്യും ഫ്രീ ആയിട്ട്. പക്ഷേ എനിക്ക് വേണ്ടത് ഇവിടുത്തെ ഈ ഓപ്പറേഷൻ അത് ഈ ഒരു സ്ഥാപനം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. എനിത്തിങ് എൽസ്? ഓപ്പൺ സർജറി ചെയ്യുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ ഇവിടെ പ്രിഫർ ചെയ്ത് വന്നു. എന്തായാലും ഡോക്ടേഴ്സും നഴ്സുമാരും എല്ലാവരും നല്ലത്. Not only excellent, the public also it is better than us. Believe me. Thank you for the comments, sir. Thank you. I pray for you all. We will pray for you, sir. You will be very healthy good. and Very good. always you will be healthy. I will pray for you all. Yeah. Keep helping like this. Yes. Thank you, sir. Okay. നമസ്കാരം. അത് ആ പേഷ്യൻ്റ് ഒരു പോളിപ്പോസിസ് എന്ന് പറയുന്ന രോഗമാണ്. പോളിപ്പോസിസ് എന്നാൽ വൻകുടലിനകത്ത് ഉള്ളിൽ ഈ മുന്തിരിക്ക കൊല മാതിരി ചെറിയ മുകളങ്ങളുണ്ടായിട്ട് അതിന് ക്യാൻസറസ് ചേഞ്ചസ് ഉണ്ടാകുന്നതാണ് ഈ പോളിപ്പോസിസ് എന്ന് പറയുന്നത്. സാധാരണ യങ് ഏജിലാണ് കൂടുതൽ കണ്ടുവരുന്നത്. അപ്പോൾ അതിനകത്ത് എടുത്ത ബയോപ്സി കൊളോണോസ്കോപ്പി വഴിയാണ് ബയോപ്സി എടുക്കുന്നത്. ബയോപ്സിക്ക് ഒട്ടുമിക്ക ബയോപ്സിയിലും ഈ മാലിഗ്നൻസി ചേഞ്ചസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് വൻകുടൽ പൂർണ്ണമായിട്ടും നീക്കം ചെയ്യേണ്ടതുണ്ട്. ഇതിനകത്ത് ചലഞ്ചിങ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറഞ്ഞാൽ വൻകുടൽ പൂർണ്ണമായിട്ട് നീക്കം ചെയ്യുമ്പോൾ ചെറുകുടലിലെത്തുന്ന ഈ വിസർജ്യം ദ്രാവക രൂപത്തിലാണ് എത്തുന്നത്. അപ്പം വൻകുടൽ പൂർണ്ണമായിട്ട് നീക്കം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വിസർജ്യം ആ ദ്രാവക രൂപത്തിൽ അതേ ഫ്രീക്വൻസിയിൽ ഒരു 20-30 തവണ ഒരു ദിവസം പോകത്തക്ക രീതിയിൽ മോഷനായിട്ട് പോകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വൻകുടൽ എടുത്തു മാറ്റിയതിന് ശേഷം ചെറുകുടലിൻ്റെ ഒരു അറ വൻകുടലിന് സമാനമായി ഉണ്ടാക്കുന്നു, മലാശയത്തിന് സമാനമായി ഉണ്ടാക്കുന്നു. എന്നിട്ട് ആ അറയാണ് അതിൻ്റെ രക്ത ഓട്ടത്തോടു കൂടിയാണ് ആ അറ സൃഷ്ടിക്കേണ്ടത്. ആ അറയാണ് മലം പോകുന്ന ഏരിയയിലോട്ട് ഫിറ്റ് ചെയ്തതിന് ശേഷം ആ അറയിൽ ഈ ദ്രാവകരൂപത്തിലുള്ള വിസർജ്യം വന്ന് സംഭരിക്കുകയും ആവശ്യാനുസരണം പുറത്തേക്ക് പോവുകയും ചെയ്യും. ഇതിന് പറയുന്ന പേര് ടോട്ടൽ പ്രോക്ടോകോളക്ടമി പ്ലസ് ഇലിയൽ പൗച്ച് ഏനൽ അനസ്റ്റമോസിസ് എന്നാണ്. വളരെ ദൈർഘ്യമുള്ളൊരു പേരാണ്. സംഭവം ഇത്ര മാത്രമാണ്. വൻകുടൽ പൂർണ്ണമായിട്ടും മലാശയത്തോടൊപ്പം എടുത്തു മാറ്റുകയും ചെറുകുടലിൻ്റെ പേശികളെ കൊണ്ട് മലാശയത്തിന് സമാനമായ ഒരു അറ ഉണ്ടാക്കുകയും ആ അറയെ മലദ്വാരമായിട്ട് ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു. അതുവഴി മോഷൻ അവിടെ സംഭരിക്കുകയും പുറത്തേക്ക് സ്രവിക്കും. ഇത് മിക്കവാറും എല്ലാ സ്ഥാപനങ്ങളിലും ഓപ്പൺ സർജറി വഴിയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ലാപ്രോസ്കോപ്പി വഴിയാണ്. ലാപ്രോസ്കോപ്പി വഴി ഇങ്ങനെയുള്ളൊരു
സങ്കീർണമായ ഓപ്പറേഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ നമ്മൾ ധാരാളം ഈ ഒരു ഏരിയയിൽ ഗവേഷണം നടത്തുകയും കൂടുതൽ നമ്പറുകൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ പേഷ്യൻ്റ് അൺഈവൻഫുൾ റിക്കവറി ആയിരുന്നു. ഇനി അദ്ദേഹത്തിന് സുഖമായി വിശ്രമിക്കുകയും പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയറിൽ ഇൻവോൾവ് ആവുകയും ചെയ്യാം. മിക്കവാറും ഈ പേഷ്യൻറ്റിന് മാലിഗ്നൻസി അഡ്വാൻസ്ഡ് അല്ലാത്തതുകൊണ്ട്, ക്യാൻസർ അഡ്വാൻസ്ഡ് അല്ലാത്തതുകൊണ്ട് മറ്റ് അനുബന്ധ ചികിത്സകൾ ലൈക്ക് റേഡിയോതെറാപ്പിയോ കീമോതെറാപ്പിയോ ഒന്നും വേണ്ടി വരില്ല.